പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഒരിക്കൽ കൂടെ ബി എ ഗുഡ് പാരന്റ് എന്ന വിഷയവുമായി ദൈവവചന ധ്യാനത്തിന് മുമ്പിൽ കടന്നു വരികയാണ്. ടാമി പ്രൈസ് സെന്റർ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ബി എ ഗുഡ് പാരന്റ്, ഒരു നല്ല മാതാപിതാക്കളാകുക. ഇത് കർത്താവ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യം. ഒരു നല്ല മാതാവ്, ഒരു നല്ല പിതാവ് തലമുറകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നവരായി മാറണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുക. രണ്ട്, തലമുറകളെ സ്നേഹിക്കുന്നവരാകുക. മൂന്ന്, തലമുറകളെ വിശ്വസിക്കുന്നവരാകുക. നാല്, തലമുറകൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവരാകുക. അഞ്ച്, തലമുറകൾക്ക് വേണ്ടി കരുതുന്നവരാകുക. പ്രാർത്ഥിക്കുന്നവരാകുക, സ്നേഹിക്കുന്നവരാകുക, വിശ്വസിക്കുന്നവരാകുക, ത്യാഗം സഹിക്കുന്നവരാകുക, കരുതുന്നവരാകുക. ഈ അഞ്ചു പ്രധാനപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ നാം ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ഒരു നല്ല തലമുറയെ ദൈവസന്നിധിയിൽ വാർത്തെടുക്കാൻ കഴിയും. തിരുവചനത്തിനകത്ത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിതാക്കന്മാരുണ്ട്. തിരുവചനത്തിനകത്ത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാക്കളുണ്ട്. 1 ദിനവൃത്താന്തം 29:19 ഒരു പ്രാർത്ഥന നമ്മൾ കാണുക. ആ പ്രാർത്ഥന മകന് ഏകാഗ്ര ഹൃദയം നൽകണമേ എന്നൊരു പ്രാർത്ഥനയാണ്. ഒരു പിതാവിന്റെ പ്രാർത്ഥനയാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായം അതിന്റെ 19 വാക്യത്തിൽ അവിടുത്തെ പ്രാർത്ഥന അതാ, എൻ്റെ മകന് എന്ത് കൊടുക്കണം? ഒരു ഏകാഗ്രമായ ഹൃദയം കൊടുക്കണം. പ്രിയരെ, നമുക്കറിയാം ഇന്ന് ഏകാഗ്ര ഹൃദയം നഷ്ടപ്പെട്ട ഒരനുഭവമാണ് നല്ലൊരു ശതമാനം തലമുറകളുടെ മേലും ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പിതാവിൻ്റെ പ്രാർത്ഥന, ആ വാക്യത്തിനകത്ത് താൻ പ്രധാനമായും പറയുന്ന 3 അനുഭവങ്ങളുണ്ട്. ഏകാഗ്ര ഹൃദയം കൊടുക്കണമേ എന്ന് പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, കൽപ്പനകൾ പ്രമാണിപ്പാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ എൻ്റെ മകന് ഒരു ഏകാഗ്ര ഹൃദയം കൊടുക്കണമേ. എന്നാ നല്ല പ്രാർത്ഥനയല്ലേ? എന്നെ കൺസേൺ നോക്കി, ഒരു പിതാവിന് തൻ്റെ തലമുറയോടുള്ള, തലമുറയെക്കുറിച്ചുള്ള ആ ഒരു വലിയ കൺസേൺ നോക്കി. യഹോവേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എന്തു കൊടുക്കണം? ഒരു ഏകാഗ്ര ഹൃദയം. എന്തിനാ? ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ. 2 അവിടെ പറയുന്നു, സാക്ഷ്യം പ്രമാണിപ്പാൻ, സാക്ഷ്യത്തോടുകൂടെ എൻ്റെ തലമുറ ജീവിപ്പാൻ. ഒരു പിതാവിന്റെ പ്രാർത്ഥനയാണ്. 3 അവിടെ പറയാണ്, പിതാവ് തുടങ്ങി വെച്ചത്, യഹോവേ, ഞാൻ ആരംഭിച്ചു വെച്ചതൊക്കെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ തലമുറയെ കർത്താവെ അവിടുന്ന് ഒരുക്കണമേ. അപ്പൊ നോക്കിയേ, ഒരു പിതാവെന്ന നിലയിൽ ശക്തമായൊരു പ്രാർത്ഥന വരികയാണ്. ഏകാഗ്ര ഹൃദയം കൊടുക്കണം. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ കൽപ്പനകൾ. മാതാവേ, പിതാവേ, ലോകത്തിൽ എന്തൊന്നിനേക്കാളും നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ തലമുറ ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത്. അതിൽ പരം ഭാഗ്യം വേറൊന്നില്ല. 2, സാക്ഷ്യമുള്ള ഒരു തലമുറയാണ്. സാക്ഷ്യം പ്രമാണിക്കുക. 3, പിതാക്കന്മാർ തുടങ്ങി വെച്ച ആത്മീയ അനുഭവങ്ങൾ. വേദനയോടെ നമ്മൾ പറയണ്ടേ, എത്രയോ പിതാക്കന്മാർ ജീവൻ കൊടുത്ത് അവരുടെ ലൈഫ് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ എത്രയോ വൻകാര്യങ്ങൾ ചെയ്തു. എന്നാൽ നല്ലൊരു ശതമാനം തലമുറകളും പിന്നത്തേതിൽ പിതാക്കന്മാർ ചെയ്തു വന്നതൊക്കെ അവിടുന്ന് നിർത്തി മാറുന്ന ഒരു അനുഭവമല്ലേ പ്രിയരെ നമ്മുടെ മുമ്പിൽ കാണുന്നത്? ഞാൻ ഒന്നിനെയും ആരെയും അതിനകത്ത് പ്രത്യേകമായി എടുത്ത് പറയാതെ ഒറ്റ വാക്കിൽ പറയാം, നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് ജീവിക്കണം, നമുക്ക് പ്രയത്നിക്കണം,
നമ്മുടെ തലമുറ നാം തുടങ്ങി വച്ചതിനെ തുടർന്നു കൊണ്ടുപോകാൻ അവരുടെ മേൽ ദൈവിക കൽപ്പനകളെയും ദൈവിക അഭിഷേകത്തെയും ചുമക്കുന്ന ഒരനുഭവമായി